ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. കുറേ ആൾക്കാർ നമ്മളിവിടെ നേരിട്ട് വന്ന ആൾക്കാരുടെ കുറേ പ്രശ്നങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. പലരും പറയുന്നു ഫോൺ വിളിച്ചാൽ ഞാൻ എടുക്കരുത്. ഞാൻ ഫോൺ വിളിച്ചാൽ എടുക്കാത്തതല്ല, നമുക്ക് കിട്ടാത്തതാണ്. പലപ്പോഴും ഒരാൾ വിളിക്കുമ്പോൾ അടുത്ത ആൾ ഫോൺ വിളിക്കും, അടുത്ത കോൾ വരും, 2-3 കോൾ വന്ന് ഒരേ സമയം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്കിത് കിട്ടാൻ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പുതിയ ഫോൺ നമ്പറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ നമ്പർ ഇപ്പം നിലവിൽ വലിയ കുഴപ്പമില്ല. അത് ഈ വീഡിയോയുടെ അടിയിൽ ഞാൻ ഇട്ടേക്കാം. വീഡിയോയ്ക്കകത്ത് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ആ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലും കൂടെ നിങ്ങൾ വിളിക്കുക. മറ്റേ നമ്പറിൽ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. അങ്ങനെ പുതുതായിട്ടൊരു നമ്പർ ഞാൻ ആഡ് ചെയ്തതാണ്. അപ്പോൾ അതുകൂടാതെ കട എവിടെയാണെന്ന് എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇത് കാഞ്ഞിരപ്പള്ളിയാണ്, കാഞ്ഞിരപ്പള്ളി, കരുനാഗപ്പള്ളിയല്ല. ഒത്തിരി പേര് കരുനാഗപ്പള്ളിയാണോ എന്ന് ചോദിക്കുന്നത്. കരുനാഗപ്പള്ളി അല്ല, ഇത് കാഞ്ഞിരപ്പള്ളിയാണ്. കാഞ്ഞിരപ്പള്ളി എന്ന് പറയുമ്പോൾ കോട്ടയം ജില്ലയിൽ തന്നെയാണ്. പൊൻകുന്നത്തിനടുത്താണ്, മണിമലയ്ക്കടുത്താണ്, ഈരാറ്റുപേട്ടയ്ക്കടുത്താണ്, പാലായ്ക്കടുത്താണ്, എരുമേലിക്കടുത്താണ്, മുണ്ടക്കയത്തിനടുത്താണ്. മനസ്സിലായി കാണുമല്ലോ കാഞ്ഞിരപ്പള്ളി. കോട്ടയം കുമളി റോഡ്, KK റോഡ് സൈഡിൽ തന്നെ, മിനി സിവിൽ സ്റ്റേഷൻ ഓപ്പോസിറ്റും, തറവാട് ഹോട്ടലിനടുത്തും, KR ബേക്കറിക്ക് അടുത്തുമാണ്. ഒന്ന് പോസ് ചെയ്തേ. ലൊക്കേഷനൊക്കെ അപ്പോൾ എല്ലാവരും ലൊക്കേഷനൊക്കെ കണ്ടല്ലോ, ഏകദേശം മനസ്സിലായല്ലോ. ഈ കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞാൽ ഒരു വളരെ രസകരമായ ഒരു ടൗണാണ്. ഈ ടൗണിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മുനിസിപ്പാലിറ്റി പഞ്ചായത്താക്കിയ സ്ഥലമാണ്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആക്കിയിട്ട് ആ മുനിസിപ്പാലിറ്റിയെ തിരിച്ച് പഞ്ചായത്ത് ആക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ആൾക്കാർക്ക് അധികം ഏക്കർ കണക്കിന് സ്വത്തുള്ളവരായതുകൊണ്ട് ഞങ്ങൾക്ക് ടൗണിനോടൊന്നും വലിയ താല്പര്യമില്ല. ഞങ്ങൾ ടൗണിന് പോകണേ ഞങ്ങൾ എറണാകുളത്തോ കോഴിക്കോട്ടോ തിരുവനന്തപുരത്തിനോ വേണ്ടി വന്നാൽ ഞങ്ങൾ ദുബായിക്ക് പോകും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ സ്വഭാവം, കാഞ്ഞിരപ്പള്ളിക്കാരുടെ സ്വഭാവം. അപ്പം ടൗൺ നമ്മൾ വലുതാക്കി മുനിസിപ്പാലിറ്റി ആക്കി കോർപ്പറേഷൻ ആക്കാനുള്ള ആഗ്രഹമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ടൗണിനകത്ത് തന്നെ കപ്പയിടുന്ന ആൾക്കാരാണ്. ബസ് സ്റ്റാൻഡിനകത്ത് വേണേൽ ഞങ്ങൾ കപ്പയിടും, ചേമ്പ് തരും, ചേന തരും. അതാണ് നമ്മുടെ സ്വഭാവം. അപ്പോൾ ഇത് പറയുന്നത് ഞാൻ ചുമ്മാ പറഞ്ഞല്ല, നിങ്ങൾ ചെക്ക് ചെയ്തു. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയെ തിരിച്ച് പഞ്ചായത്താക്കിയ സ്ഥലമുണ്ടോ എന്ന് ചിന്തിച്ചു. ഞാൻ ഒരു പ്രാവശ്യം പഞ്ചായത്ത് സെക്രട്ടറി അവിടെ ഇരുന്ന് ബുക്കെടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുക, മേശപ്പുറത്ത് നിറച്ച് ബുക്കെടുത്ത് പഠിക്കുക. അപ്പം ഞാൻ സെക്രട്ടറിയോട് ചോദിച്ചു, എന്നാ സാറേ നോക്കുന്നത്? അല്ല, ഈ ബുക്കിനകത്തെല്ലാം പറയുന്നത് ഒരു പഞ്ചായത്തിനെ എങ്ങനെ മുനിസിപ്പാലിറ്റി ആക്കുമെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഒരു മുനിസിപ്പാലിറ്റിയെ തിരിച്ചെങ്ങനെ പഞ്ചായത്ത് ആക്കുമെന്ന് ഒരു ബുക്കിലും പറയുന്നില്ല എന്ന്. അപ്പം അത് ഞാൻ അതിൻ്റെ ധർമ്മസങ്കടത്തിലാണ്, എങ്ങനെ തിരിച്ച് പഞ്ചായത്ത് ആക്കുമെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ അതിൻ്റെ അടുത്തൊരു കഥ പറഞ്ഞെന്നുള്ളൂ. ഇപ്പം സ്ഥലമൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ, കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. പിന്നെ നമുക്കിവിടെ ഒത്തിരി സാധനങ്ങളുണ്ട്. സാധനങ്ങളൊക്കെ പല വീഡിയോയിലും നമ്മൾ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട അത്യാവശ്യം വീട്ടിലുള്ള സാധനങ്ങളുണ്ട്, സർവീസുണ്ട്. അപ്പോൾ ഒരു സാറ് രാവിലെ വന്നതാണ്. സാറിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത്. സാറിന്റെ പേരെങ്ങനെയാ? സാറിനെ ഒന്ന് പരിചയപ്പെടുത്തേ. സാറിന്റെ പേരെങ്ങനെയാ? എന്റെ പേര് മാത്യു PM. മാത്യു പതാപ്പന്ത് താഴത്തുടകര എന്നാണ്. താഴത്തുടകര ലൂർദ് മാതാ പള്ളിക്ക് സമീപമാണ് ഞാൻ താമസിക്കുന്നത്. ഓക്കെ. അത് നമ്മുടെ പള്ളിയാണോ? ഇടവ പള്ളിയാണോ? ലൂർദ് മാതാ ചർച്ച് അല്ലേ, താഴത്തുടകര. അപ്പൊ സാറിന്റെ ഒരു ആഗ്രഹം കൊണ്ട് സാർ ഒരു ഫിലിപ്സിന്റെ TV കൊണ്ട് വന്നു. ഫിലിപ്സും പോട്ടെ, പാനാസോണിക്കിന്റെ TV ആണ്. TV വേണം. അതിന്റെ യോക്ക് പോയതാണ്. ഈ പാനാസോണിക്കിന്റെ യോക്കിന് ഇംപെഡൻസ് ഇച്ചിരി വ്യത്യാസമുണ്ട്. സാധാരണ നമുക്ക് വേറെ ഒരു സെറ്റിന്റെയും യോക്ക് പാനാസോണിക്കിന് വെക്കത്തില്ല. കാരണം ഇത് പാനാസോണിക്കിന്റെ സ്വന്തം ട്യൂബാണ്. ഇപ്പോൾ LGയോ സാംസങ്ങോ മറ്റേ ഹിറ്റാച്ചിയോ അപ്ട്രോണോ പല BPLനൊക്കെ ട്യൂബുണ്ട്. പക്ഷെ ആ ട്യൂബിന് വെക്കാൻ പറ്റില്ല. അപ്പോൾ ആരോ വേറൊരു യോക്ക് കൊണ്ടുവന്ന് ഇതേ വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിൻ്റെ ഒറിജിനൽ യോക്ക് മാറ്റിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഈ യോക്ക് ഒരിക്കലും ഈ പാനാസോണിക്ക് മാച്ച് ആകത്തില്ല, ചേർന്നിട്ട് പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പിക്ചർ ഇങ്ങനെ എന്നായിരുന്നു അല്ല ഓക്കെ, പിക്ചർ ഇങ്ങനെ മാറി വരും. ഒന്ന് കുത്തിക്കടാന്ന് കാണട്ടെ, പിക്ചർ ഒന്ന് കാണിച്ച്. പറയാൻ നോക്കാം, അടി കിട്ടാ കാണിച്ചേരി. മഴവില്ല് വരും. യോക്കിന്റെ കംപ്ലൈന്റ് ആണ്, പഴയ മെക്കാനിക്കുകൾക്ക് അറിയാതെ. എന്താ ഇതിൻ്റെ അല്ലാത്ത യോക്ക് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കളർ ചേഞ്ച് വരുന്നത്. ഒറിജിനൽ യോക്കാണ് റിഫ്ലക്ഷൻ ഉണ്ടാകത്തുള്ളൂ.
പാനാസോണിക്കിന്റെ യോക്ക് തന്നെ, അല്ലാതെ ഒരു പണിയും നടക്കില്ല. അപ്പൊ പുള്ളി വേറെ യോക്ക് എന്റെ ഫാദർ ഉപയോഗിച്ച അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ വെച്ച് സൂക്ഷിച്ചു. അപ്പൊ വീണ്ടും ഞാനത് ഉപയോഗിക്കാൻ ഇപ്പം കാലത്ത് നല്ലതാണെന്ന് തോന്നി. അപ്പൊ സാറ് നമുക്കിത് അടച്ചോ. യോക്ക് പാനാസോണിക്കിന്റെ കിട്ടുകയാണെങ്കിൽ ഞാൻ വിളിക്കാം, മാറിയിട്ടാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ടി വി ഓൾറെഡി ഇപ്പോഴും വർക്കിംഗ് ആണ്, ഓൺ ആവുന്നുണ്ട്. അപ്പൊ ഇതിന്റെ യോക്ക് പോയപ്പോ നമുക്കത് കിട്ടാനില്ലാത്തതുകൊണ്ട് പഴയ വല്ല യോക്കും വേറെ പാനാസോണിക്കിന്റെ ട്യൂബ് പോയതിന്റെയോ ബോർഡ് പോയതിന്റെ ഒക്കെ കിട്ടുവാണെങ്കിൽ യോക്ക് മേടിച്ചിട്ടാൽ അത് വർക്കാവും. അപ്പൊ ഇത് വേറെ ഏതോ യോക്ക് ലോക്കൽ പുള്ളി മേടിച്ചിട്ടാ, അതുകൊണ്ടാണ് ആ റിഫ്ലക്ഷൻ ഫുള്ളാകുന്നത്. സാറിന്റെ വീഡിയോ കണ്ടേ ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് എനിക്ക് ഇവിടെ വന്നാൽ ശരിയാക്കി 100% ശരിയാക്കി കിട്ടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് സാറിന് ഇതുകൂട്ട് ടി വി വേണമെങ്കിൽ എന്റെ സോണിയുടെ ടി വി കുറച്ചും കൂടി ഇരിപ്പുണ്ട്, അത് നല്ല നോക്കി ഒരു ടി വി ആണ് എടുത്തത്. അപ്പൊ ഇത് സോണി മീൻസ് കാഞ്ഞിരപ്പള്ളിയാണ്. ഞാൻ വീഡിയോ കണ്ട് വന്നതാണ്. സാറിന്റെ ഇടപെടൽ ഫോൺ ആണെങ്കിലും ഇപ്പൊ നേരിട്ട് കണ്ടപ്പോഴാണെങ്കിലും നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു 11 മണി ഞാൻ ഇവിടെ എത്തി സംസാരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ലൊരു എനർജിയാണ് കിട്ടിയത്. അപ്പോൾ അതിനൊരു കാര്യത്തിന് തീരുമാനമായി. അതുകൊണ്ട് ഞാൻ വന്നത് എനിക്ക് സമയം നഷ്ടമില്ല. ഇത് സ്ഥിതി ചെയ്യുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മുണ്ടക്കയത്തിന് പോകുന്ന വഴിക്ക് നമ്മുടെ സിവിൽ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. സ്ഥലം കണ്ടുപിടിക്കാനൊന്നും പാടുന്നില്ല. ഇതിൻ്റെ അടുത്തൊരു തറവാട് ഹോട്ടലുണ്ട്. ഇവിടെ ഈ തറവാട് ഹോട്ടൽ പറയുമ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, പ്രശ്നം ഉണ്ടാകുന്നത്. പൊൻകുന്നത്തെ തറവാട് ഹോട്ടലുണ്ട്, 26ലും തറവാടുണ്ട്. അപ്പൊ അത് നോക്കി കഴിയുമ്പോൾ സിവിൽ സ്റ്റേഷൻ ആണ് ഏറ്റവും കെയർ ബേക്കറി ഓക്കെയാണ്. കെയർ ബേക്കറി ഇവിടെ അടുത്തെങ്കിലും വേറെ ഇല്ല, പാലായിലും സൈഡിലൊരു പെട്രോൾ പമ്പും ഉണ്ട്. പിന്നെ സാറും മറ്റേ ഫേമസ് ആയ ആൾക്കാർക്ക് പണ്ടൊക്കെ ഇവിടെ വന്ന് സിനിമ കണ്ടിട്ടുള്ള ആൾക്കറിയാം, ബേബി തിയേറ്റർ എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ട്, അതിന്റെ തൊട്ട് ഫ്രണ്ടിലാന്ന് പറഞ്ഞാൽ മതി. പണ്ട് ഇവിടെ ആദ്യകാലത്തെ തിയേറ്റർ ആയിരുന്നു ഇതിന്റെ പുറകെ, ബേബി തിയേറ്റർ. സാറിന്റെ പേര് സോണി അലക്സാണ്ടർ. സോണി അലക്സാണ്ടറിന്റെ വൈഫും കൂടാണ് ഇപ്പൊ മാനേജ് ചെയ്യുന്നത്. വൈഫും പുള്ളിക്കാരി മാഡം നല്ല ഇടപെടലാണ്. കാര്യങ്ങളും എല്ലാം നല്ല പ്രസന്റേഷനും കാര്യങ്ങളും എല്ലാം ആയിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നേരത്തെ വീഡിയോ കണ്ടതിലും ഒന്നുകൂടെ എനിക്കൊരു 100-101 മാർക്ക് കൊടുക്കാൻ തന്നെയാണ് തോന്നിയിരിക്കുന്നത്. എല്ലാ ആൾക്കാർക്കും താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഞാൻ റിപ്പോർട്ട് കൊണ്ടുപോയി അടുപ്പിച്ച് കുറച്ചും കൂടെ എന്താ കണ്ടതിലും എന്ത് മാറ്റം വരുമെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കിക്കാൻ വേണം എന്നാ മാറ്റം വന്നു, കുത്തിക്ക് കമ്പനി കുത്തിക്ക്. ആ ഉണങ്ങി കിടക്കുവാണോ? ഫസ്റ്റ് ഇങ്ങനെയായിരുന്നു. ഫസ്റ്റ് കുത്തിയപ്പോ ഇങ്ങനെയായിരുന്നു. ഓക്കെ. എന്നിട്ട് പിന്നെ ഓണാക്കി ഓഫാക്കി ഈ മഞ്ഞ കറണം അല്ലേ? മഞ്ഞ ഇടുമ്പോ ഓഫ്, മഞ്ഞ കത്തുമ്പോ നിർത്തി ചേച്ചി. വന്നു. ഇത് കണ്ടോ മാറ്റം കണ്ടോ ചേച്ചി? ഇങ്ങോട്ട് വന്നു. ഇത് കറക്റ്റായി. പക്ഷെ ഇനി റിഫ്ലക്ഷൻ കറക്റ്റ് ചെയ്താൽ മതി. ആ കളറെല്ലാം പോയി നീല വന്നതുകൊണ്ടോ? യോക്ക് അടുപ്പിച്ചപ്പോൾ നീലയായതുകൊണ്ട് അത്ര ഭാഗത്ത് പടം വരും. അതാ യോക്ക് കറക്റ്റ് അല്ലാഞ്ഞിട്ടാ. കറക്റ്റ് യോക്കാണെങ്കിൽ റിഫ്ലക്ഷൻ കറക്റ്റ് ആകത്തുള്ളൂ. അതിന് ഇത്ര ഒരിക്കും. മറ്റേ ഒത്തിരി വേറെ കളറില്ലായിരുന്നോ? അത് മാറി ബ്ലൂ ആയില്ലേ? ഓക്കെ, ഇത് ഷോർട്ടും കൂടെ ഒന്ന് എടുത്ത റേഞ്ച്.
അതല്ല ഈ സ്ക്രീൻ ഷട്ടർ സ്ക്രീനിൻ്റെ വ്യത്യാസം. അപ്പോൾ അടിക്കും സൂപ്പർ പടമാണ് അല്ലേടാ. സൂപ്പറായി സൂപ്പറാണ് സൂപ്പർ. അപ്പോൾ അന്നത്തെ കാലത്തെ വീഡിയോക്ക് ഇല്ലാത്ത കാലത്ത് എന്തൊരു രാജാവെന്ന് അറിയാമോ. ഇപ്പോഴും അതിൻ്റെ പിക്ചർ ക്വാളിറ്റി കണ്ടാണ്. LED കണ്ടോ RGB കളറിൻ്റെ കണ ഇപ്പോഴും ഈ RGB കളറാണ് പുതിയ നമ്മുടെ TV വരാൻ പോകുന്നത്. മനസ്സിലായോ? ട്രൂ RGB TV ഇതേ ടെക്നോളജി തന്നെ. അപ്പോൾ വീണ്ടും കംപ്ലൈൻ്റ് ഇല്ലാത്ത നല്ലൊരു പിക്ചർ ടെക്നോളജിയിലേക്ക് നമ്മൾ പോവുക. നമ്മുടെ TV വ്യവസായം അതിന് നമുക്ക് സോണി തന്നെ വേണ്ടി വന്നു. അതാണ് നമ്മളൊരു അട്രാക്ഷൻ പ്രൊട്ടക്ഷൻ എല്ലാം ചെയ്തു. പക്ക TV ആണ് ഇത് സാറിന് കൊടുക്കാൻ നല്ല പടം. ഞാൻ സെറ്റ് ചെയ്ത് വിട്ടെന്നുള്ളൂ. ഇത് നമുക്കൊരു കൊടുത്തു വിട്ട് കഴിഞ്ഞൊരു കംപ്ലൈൻറ്റ് പറയുന്നത് അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് അപ്പോൾ ഓക്കെ നിർത്തിക്കോ. സെറ്റ് പാക്ക് ചെയ്ത് കൊണ്ടുവരാം.